ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മുൻപ് ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടു. ഷോർട്ട് ഫിലിമിൻ്റെ പേര് കാലാൾ. കാലാളിൻ്റെ റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ഷോർട്ട് ഫിലിം എനിക്ക് ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഡയലോഗ്സ് ഒന്നും തന്നെ ഇല്ല. ഇതിൽ ആളുകളെ കാണിക്കുന്നത് പോലും ലാസ്റ്റത്തെ സീനിൽ മാത്രമാണ്. പക്ഷേ അവരുടെ കാലുകളാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഉടനീളം കാണിക്കുന്നത്. ആ 7 മിനിറ്റിൽ 6 മിനിറ്റോളം ഇവരുടെ കാലുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്, ആ കഥ നമ്മളോട് പറയുന്നത്. പക്ഷേ അത് നല്ല എൻഗേജിങ് ആയിട്ട് നിലനിർത്താനും അതിലൂടെ വലിയൊരു മെസ്സേജ് കൺവേ ചെയ്യാനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിമുകളിലോട്ട് വരികയാണെങ്കിൽ അച്ഛനും മോളുമാണ്. ഈ അച്ഛനും മോളും അച്ഛൻ ചെരുപ്പ് കുത്തിയാണ്. മോൾക്കും അച്ഛനും ചെരുപ്പുകൾ ഡാമേജാണ്. അച്ഛൻ്റെ ഡാമേജായ ചെരുപ്പിന് അച്ഛൻ പെയറായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടും രണ്ട് തരത്തിലുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത്. മോളുടെ ഷൂ ആണെങ്കിലും ഏറെക്കുറെ ഡാമേജ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇവരുടെ ഒരു ആവശ്യമുണ്ട് ആ ചെരുപ്പ് വാങ്ങിക്കുക എന്നുള്ളത്, അല്ലേ? അവർ ഡെയിലി കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോലും കാണാത്ത കുറേ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചില നീഡ്സിന് നമ്മളൊന്നും നിസ്സാരമായി കാണുന്ന ചില ആവശ്യങ്ങൾക്ക് അവർക്ക് ഏറ്റവും വലിയ കാര്യങ്ങളായിരിക്കാം ഒരു ചെരുപ്പ് നല്ലത് ഇടാന്നുള്ളത്. ആ ഒരു സംഭവം തന്നെയാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഈ മോളുടെ ചെരുപ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുന്നി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുന്നിയ ചെരുപ്പ് ഇട്ടിട്ട് അവളുടെ സ്കൂളിലെ കുട്ടികൾ തട്ടി കളിക്കുക. അവരുടെ കാലുകളെല്ലാം ചെരുപ്പുകളുണ്ട്. ഇവളുടെ ചീത്തയായ ചെരുപ്പ് വെച്ചിട്ട് തട്ടി കളിക്കുന്നു. ഈ ബസ് സ്റ്റാൻഡിലിരിക്കുന്ന അച്ഛൻ്റെ മുൻപിലോട്ട് എല്ലാ ദിവസവും ആളുകൾ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, നന്നാക്കാനും വരുന്നുണ്ട്. ഇതിൽ ഒരാൾ ഷൂ പോളിഷ് ചെയ്യാൻ വരുമ്പോൾ ആദ്യം അയാൾ കുറച്ച് റൂഡായിട്ട് തന്നെയാണ് അയാളുടെ കാലുകളുടെ ആ ഒരു രീതി നമ്മളെ കാണിച്ചു തരുന്നത്. പിന്നെ ഇയാളെ ഷൗട്ട് ചെയ്യുന്ന പോലെ, അതായത് ആക്ഷൻസിനകത്ത് കുറച്ചും കൂടി ഒരു ദേഷ്യഭാവം, ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താ പറയുക, അവഹേളിക്കപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന കിടയിൽ കിടക്കുന്ന ആൾക്കാരുടെ മേത്ത് ചവിട്ടി മെതിക്കാൻ കെൽപ്പുള്ളവൻ എന്നുള്ള രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ ചെരുപ്പൂത്തിനോട് പെരുമാറുന്നത്. അയാളുടെ ഷൂ പോളിഷ് ചെയ്യുമ്പോൾ അയാളുടെ ഡ്രസ്സിലോട്ട് ജസ്റ്റ് ഒരു മാർക്കാവുന്നുണ്ട്. ആ സമയത്ത് അയാളുടെ ചെരുപ്പ് പോളിഷ് ചെയ്യണ ആ ഒരു എക്യുപ്മെൻറ്റ് തട്ടിയിട്ടുകൊണ്ട് അയാൾ കാശ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അടിച്ചമർത്തപ്പെടുന്നതിന് നമുക്കൊരു പരിധി ഉണ്ടല്ലേ. നമ്മളെ അവഹേളിക്കുമ്പോഴും അധിക്ഷേപിക്കുമ്പോഴൊക്കെ ഒരു സമയത്ത് നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണം ഒരൊറ്റ ഷോട്ടിലൂടെ വളരെ മനോഹരമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഷൂ പോളിഷ് ചെയ്യാൻ നെക്സ്റ്റ് ഡേ വരുമ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ അയാളുടെ നേരെ കാൽ ഉയർത്തുന്ന സമയത്ത് തൻ്റെ ചെരുപ്പ് നന്നാക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയും കൊണ്ട് അതിനെ നേരിടുന്ന ആ ഷോട്ട്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ നമുക്ക് ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 7 മിനിറ്റ് ഈ ഒരു ഷോർട്ട് ഫിലിം കാണാൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതൊരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല, വെർത്തായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുക. ഇഷ്ടപ്പെട്ട ആ ഷോർട്ട് ഫിലിമിന് താഴെ കമൻറ്റ് ലൈക്കും ചെയ്യുക. അത് അവർക്കൊരു പ്രോത്സാഹനമാവട്ടെ. അവരുടെ കൂടുതൽ മികച്ച വർക്കുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഈ ഷോർട്ട് ഫിലിം കാണാൻ നേരത്തെ എൻ്റെ ഉള്ളിലൂടെ ഒരു ഇൻസിഡൻറ്റ് കടന്നുപോയി. അതെൻ്റെ ഒരു കുട്ടിക്കാലത്തൊരു ഇൻസിഡൻറ്റ്. കുട്ടിക്കാലമല്ല, ഒരു +2 കാലഘട്ടത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെരുപ്പ് വളരെ മോശമായി. ഞാൻ യൂസ് ചെയ്യണ ചെരുപ്പ് നല്ല രീതിയിൽ എന്താ പറയുക, ചീത്തയായതിന് ശേഷം എനിക്ക് ഈ ചെരുപ്പിൻ്റെ പാച്ച് വർക്ക് എന്ന് നമ്മൾ പറയാം. പാച്ച് വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചൂണ്ടിടാൻ യൂസ് ചെയ്യുന്ന ടങ്കീസ് വെച്ചിട്ട് ഞാനതിനെ ഇങ്ങനെ ഹോളാണ് അതിൻ്റെ കാലിങ്ങനെ മൂടുന്ന സ്ഥലം, ഇങ്ങനെ ഹോൾ, അതാണ് കീറിപ്പോയിട്ടുണ്ട്. അതിങ്ങനെ ഞാൻ പാച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഇട്ടുകൊണ്ട് പോകും. പക്ഷേ എനിക്കിത് എവിടെയെങ്കിലും ഊരിയിടാൻ ഭയങ്കര ഒരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു അപകർഷതാബോധം. അപ്പോൾ ഈ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. ആ സമയം ഈ ചെരുപ്പ് നേരെ ഊരിയിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. എന്തോ ഒരു സംഭവം എന്നെ ഇങ്ങനെ വലിക്കും. ആ സമയത്ത് ഞാൻ ഈ ചെരുപ്പ് ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ ചെരുപ്പിൻ്റെ അടിയിലായിട്ട് കമഴ്ത്തി വെക്കുക, എന്നിട്ട് ഈ ചെരുപ്പിൻ്റെ മേലെ കൂടെ മറ്റുള്ളവർ ആരെങ്കിലും ചെരുപ്പ് കൊണ്ട് വെക്കുക, അങ്ങനെയൊക്കെ കയറുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മുടെ ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ചെരുപ്പിന് ജീവിതത്തിൽ ചിലപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ടാവും, അല്ലേ? എനിക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്, എൻ്റെ ആ സമയം. ഇന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന ചെരുപ്പ്, ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു പ്രാപ്തി നമ്മളിലോട്ട് ഇതുണ്ട്. പക്ഷേ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ മറന്നിട്ടില്ല. ഒരു 6-7 മാസം ഞാൻ ആ ഒരു ചെരുപ്പ് തന്നെ വീണ്ടും ഇതേ പ്രക്രിയയിലൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബൈ.